ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഈസ്റ്റർ ഒക്കെ ഇങ്ങ് എത്തി അല്ലേ? ഈസ്റ്റർ ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പൊള്ളിച്ചതാണ്. നിങ്ങൾ കരിമീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷെ ചെമ്മീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ സ്പെഷ്യലായിട്ട് ഈസ്റ്ററിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പൊള്ളിക്കാനുള്ള ഷ്രിമ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഏകദേശം 2 പൗണ്ട് ഷ്രിമ്പാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ തലയൊക്കെയുള്ള ഷ്രിമ്പാണ് ഇങ്ങനത്തെ റെസിപ്പിക്കൊക്കെ നല്ലത്. അപ്പോൾ തലയും വെയിനും ഒക്കെ കളഞ്ഞ് ഇത് നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഷ്രിമ്പ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് പൊടികളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക്, അത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ ജ്യൂസോടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അതാണ് ഒന്നുകൂടെ നല്ലത്. നമുക്ക് ഫ്രിഡ്ജിൽ ഇത് കുറച്ച് നേരം വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഷ്രിമ്പ് ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോഴും തണുപ്പ് തന്നെയാണ്, അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഇതുപോലെ കട്ടിയായിട്ടിരിക്കുന്നത്. അതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ചെമ്മീൻ അതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് അധികം നേരം നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് സമയം ഫ്രൈ ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് ഒരു സൈഡ് അങ്ങനെ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്, ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതങ്ങ് മറിച്ചിടാം. അതിനുശേഷം നമുക്ക് ഈ സൈഡ് കൂടി ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യണം. അതിനുശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അധികം മുരിഞ്ഞു പോകരുത്, കുറച്ചൊന്നും മുരിഞ്ഞാൽ മതി. ഇനി നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ പാൻ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേറൊരു പാനിനകത്തേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം അങ്ങനെയും നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിവിടെ വേറൊരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുകയാണ്. അത് ഉരുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കണം. 1 ടീസ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റായ ഉള്ളി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ സവോള വേണമെങ്കിൽ ഉപയോഗിക്കാം. ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ആഡ് ചെയ്യാം. ഇതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വരണം. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വാടുമല്ലോ. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനൊരു 3 പച്ചമുളക് ഇതിൻ്റെ കൂടെ ഇടുകയാണ്. അപ്പോൾ എരിവ് അനുസരിച്ച് നമുക്കിത് ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. അത് കഴിയുമ്പോൾ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ആ പൊടിയൊക്കെ മൂത്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം തീരെ താത്തി വെക്കണം. വളരെ ലോയിലിട്ട് വേണം നമ്മൾ പൊടിയൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇപ്പോൾ നോക്കിക്കേ, ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനൊരു 1/2 തക്കാളിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെമ്മീനല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് തക്കാളി ഇട്ടാൽ മതി. നമ്മൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് തക്കാളി അതിനകത്ത് ആഡ് ചെയ്യാം. അതോടെ ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഈ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആ തക്കാളി കൂടി വഴന്നു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ തേങ്ങാപ്പാലോട് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവി നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മളിത് പൊള്ളിക്കാൻ പോവുകയാണ്. അതിനകത്ത് നമ്മളൊരു ഇലക്കകത്തൊക്കെ വെച്ച് ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, ഇതൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു വാഴയില ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ച് വാട്ടിയെടുക്കുകയാണ്. വാട്ടിയതിന് ശേഷം വേണം നമ്മൾ അതിനകത്ത് വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും.
നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഷ്രിമ്പ് മുഴുവനും തന്നെ നമുക്ക് ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനും തന്നെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വാഴയുടെ തന്നെ ഒരു നാരെടുത്ത് നമുക്കിതൊന്ന് കെട്ടണം. ഇപ്പോൾ ഇലയിലേക്ക് മുഴുവൻ തന്നെ ഞാനിത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെ വാങ്ങിക്കുന്ന ഇലയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 2 ഇല ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടെ സേഫ് ആയിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ വാഴയില കൊണ്ട് ഇങ്ങനെയൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊരു പാനിൽ വെച്ച് ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് ഉരുകി വരുമ്പോൾ വേണം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ വാഴയിലയുടെ ഈ പൊതി അതിനകത്തേക്ക് വെക്കാനായിട്ട്. അതോടെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് കുറച്ച് സമയം കൊണ്ട് സ്ലോ ആയിട്ട് ഇത് അങ്ങോട്ട് ആവി കയറിയാൽ മതി. ഇത് ഓൾറെഡി വെന്തതാണല്ലോ, അതുകൊണ്ട് പിന്നെ ഒത്തിരി സമയം ഒന്നും വേകേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതൊരു സിസേഴ്സ് കൊണ്ട് ഇതിൻ്റെ കെട്ടിവെച്ചിരുന്ന ആ നാരൊക്കെ ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് നമുക്കിതൊക്കെ തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല വാഴയിലയുടെ മണമൊക്കെ വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. കണ്ടോ, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ആഹാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മണം വരുമ്പോൾ നമുക്കതങ്ങ് പെട്ടെന്ന് തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. ഇനി നമുക്കൊരു തക്കാളി വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു 2-3 ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതങ്ങ് കഴിക്കാം. ഇത് കണ്ടോ, നല്ല കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ആപ്പിറ്റൈസറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈസ്റ്ററിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ ചെമ്മീൻ പൊള്ളിച്ചത്? അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നാളെ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈസ്റ്ററൊക്കെ ഭംഗിയായിട്ട് ആഘോഷിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച വേറെ വീഡിയോയുമായിട്ട് കാണാം. ഹാപ്പി ഈസ്റ്റർ ടു ഓൾ.